ആദിയിൽ വചനമുണ്ടായി. വചനം ദൈവത്തോടുകൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഓരോ സൃഷ്ടിക്കും ഓരോ നിയോഗം കൽപ്പിച്ചിട്ടുണ്ട്. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ആ അത്ഭുതങ്ങളും ദുരൂഹതകളും തേടി എന്നും നാം അലഞ്ഞുകൊണ്ടേയിരിക്കും. പ്രപഞ്ചത്തിൽ ഇന്നും ജീവൻ നിലനിൽക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ: അതിജീവനം. അതിജീവനത്തിന് രണ്ട് മുഖമേയുള്ളൂ: വേട്ടയാടുന്നവനും ഇരയാക്കപ്പെടുന്നവനും. ജീവനോളം പഴക്കമുള്ള ഈ മത്സരത്തിൽ ആര് ജയിക്കുന്നുവോ അവൻ അവകാശപ്പെട്ടതാണ് ജീവിതം. പ്രകൃതിയിലെ ഈ പ്രയാണം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഭക്ഷണത്തിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കു വേണ്ടിയുള്ള മനുഷ്യന്റെ പ്രയാണം അവൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു: കൃഷി. ചരിത്രത്തിലെ മനുഷ്യന്റെ അതിജീവനത്തിൻ്റെ വലിയ കഥ അവിടെ തുടങ്ങുന്നു. കൃഷി മനുഷ്യന് മറ്റൊരു വരദാനം കൂടി നൽകി: കുടുംബം. പ്രകൃതിയിലെ ഏറ്റവും കരുത്തുറ്റ ഊർജമാണ് കുടുംബം. അത്ഭുതങ്ങളുടെയും സൗന്ദര്യത്തിൻ്റെയും നാടകീയതയുടെയും കൂടാരമാണ് ഓരോ കുടുംബവും. 1-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ തോമാശ്ലീഹായിൽ നിന്ന് നേരിട്ട് ക്രിസ്തുമതം സ്വീകരിച്ച പകലോമറ്റം കുടുംബത്തിൽ നിന്നാണ് കൊച്ചിയിൽ കുടുംബം ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. AD 1664 തുടക്കത്തിൽ മലബാറിൽ നിന്ന് കവിയൂരിലുള്ള ഞാലി ഭാഗത്ത് പകലോമറ്റം കുടുംബത്തിലെ ചില അംഗങ്ങൾ കുടിയേറി പാർക്കുകയും അവരിലൂടെ തെക്കൻ കേരളത്തിലേക്ക് പകലോമറ്റം കുടുംബ വേരുകൾ വ്യാപിക്കുകയും ചെയ്തു. AD 1700 ജീവിച്ചിരുന്ന ചാണ്ടിയിൽ നിന്നാണ് ഇന്നത്തെ കൊച്ചിയിൽ കുടുംബത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. പിൽക്കാലത്ത് കവിയൂർ ഭരിച്ചിരുന്ന എടപ്പള്ളി രാജ ചത്തിരത്തില്ലം സന്ദർശിച്ച വേളയിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്ന കവിയൂർ പുഞ്ചപ്പാടം കണ്ട് ഈ പ്രദേശത്തിന് കൊച്ചിയോട് നല്ല സാമ്യം തോന്നുന്നുണ്ടല്ലോ എന്ന് അഭിപ്രായപ്പെടുകയും ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ട് അന്നത്തെ കാരണവരായ വല്യവീട്ടിൽ തരകൻ കൊച്ചിയിൽ വല്യവീട് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. 1785 തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാർത്തിക തിരുനാൾ മഹാരാജാവിൽ നിന്നും കൊച്ചിയിൽ കുടുംബത്തിൻ്റെ തരകൻ പട്ടം സ്വീകരിച്ച കുര്യൻ തരകൻ്റെ 5 മക്കളാണ് പിന്നീട് കൊച്ചിയിൽ കുടുംബത്തിൻ്റെ 5 ശാഖകളായ ചിറപ്പത്താനത്ത്, പുത്തൻപുരയ്ക്കൽ, കാരിക്കോട്ട്, നടുവിലേക്കുറ്റ്, വല്യവീട്ടിൽ എന്നിവയുടെ പിതാക്കന്മാരായി അറിയപ്പെട്ടത്. ഇതിൽ കൊച്ചിയിൽ പുത്തൻപുരയ്ക്കൽ ശാഖയിൽ നിന്നും ആഞ്ഞിലിത്താനം ഭാഗത്തേക്ക് കുടിയേറി പാർത്ത കുടുംബം പിന്നീട് കൊച്ചിയിൽ പുത്തൻപുരയ്ക്കൽ പൂവക്കാലായിൽ എന്നറിയപ്പെട്ടു. കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കേരളം ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ മുഖ്യമായ കാരണമായി പറയുന്നത് നമ്മുടെ യുവാക്കൾ ജോലി തേടിയും വിദ്യാഭ്യാസത്തിനുമൊക്കെയായി മറുനാട്ടിലേക്ക് പോകുന്നു, അവിടെ തന്നെ സെറ്റിലാകുന്നു, മാതാപിതാക്കൾ മാത്രം തനിച്ചാകുന്നു എന്ന് പറയുന്ന വലിയൊരു ദുരവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിന് പല കാരണങ്ങളാണ്. ഇത് ഈ കാലത്ത് തുടങ്ങിയതല്ല. നമുക്കൊരു കുടുംബമായിട്ടുള്ളൊരു മൈഗ്രേഷൻ ഒരു മലബാറിലേക്കുള്ള, പ്രത്യേകിച്ച് സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരു പേർഷ്യയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ ഇവിടുന്ന് ആൾക്കാർ ജോലി തേടി ഉപജീവനത്തിനായിട്ട് സ്വന്തം മണ്ണിൽ നിന്ന് വലിയൊരു പ്രവാസ ജീവിതം, ആ പ്രവാസ ജീവിതം തന്നെയാണ് കേരളത്തിനെ ഇത്രയധികം മറ്റു സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഒരു സമ്പന്നമായ ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവാസം ഒരിക്കലും ഒരു പുതിയ കാര്യമല്ല. പക്ഷെങ്കിൽ ഇന്ന് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളെ
വീട്ടിൽ തനിച്ചാക്കുകയോ അല്ലെങ്കിൽ അവരെ വൃദ്ധസദനത്തിലാക്കുകയോ ഒക്കെ ചെയ്തിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നിട്ട് ഒരു മൊബൈൽ ഫോണിൽ കൂടെ മാത്രം ഈ ബന്ധം സൂക്ഷിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് ബന്ധമായി മനുഷ്യബന്ധങ്ങളെ മാറുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇതിനെ ശക്തമായി പ്രതികരിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം, അതൊരു വിഷയമാകണം എന്നൊക്കെ ചിന്തിക്കുന്നതിൻ്റെ മുഖ്യമായ കാരണം എന്ന് പറയുന്നത്. അവിടെയാണ് കൊച്ചിയിൽ കുടുംബാംഗമായ പൂവക്കാലയിൽ, കവിയൂർ പൂവക്കാലയിൽ PK കുര്യൻ എന്ന തങ്കച്ചായൻ്റെ ഒരു വലിയ പ്രസക്തിയെക്കുറിച്ച് ഇവിടെ സംസാരിക്കാനും അവതരിപ്പിക്കാനുമായിട്ട് ശ്രമിക്കുന്നത്. 1960കളിൽ തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ MSW പഠിച്ച ഒരാൾ, ഇത്രയും ഉയർന്ന ഒരു വിദ്യാഭ്യാസം ആ കാലഘട്ടത്തിൽ ഉണ്ടായത് എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വദേശത്തോ വിദേശത്തോ ധാരാളം ജോലി സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരാൾ തങ്കച്ചായൻ തൻ്റെ നാടിനെയും തൻ്റെ വീടിനെയും ബന്ധങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് ഒപ്പം തന്നെ നാട്ടിലെ കൃഷി അതുപോലെയുള്ള വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും മണ്ണിൻ്റെ നിറവും മണവും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതിൽ നിന്ന് ജീവിതത്തിനെ പടുത്തുയർത്തുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ ശ്രമം നടത്തി എന്ന് പറയുന്നത്. 1935 ഓഗസ്റ്റ് 8 ജനിച്ച അദ്ദേഹം ഇപ്പോൾ 90 വയസ്സിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഒരു നവതിയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിനെ സമൂഹ മധ്യത്തിൽ എടുത്തു കാണിക്കേണ്ടതായിട്ടുള്ള ഒരാളായിട്ട് തോന്നുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആശംസയുടെയും വീഡിയോയുടെയും ഒക്കെ പ്രസക്തമാകുന്നത്. അദ്ദേഹത്തിൻ്റെ പത്നിക്കും വിദേശത്ത് ജോലിയൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അതൊക്കെ എന്ന് പറഞ്ഞിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരെല്ലാവരും ഉപേക്ഷിച്ച് വരണമെന്നുള്ള പ്രസക്തമാക്കുന്നത്. പക്ഷേ നമ്മുടെ മണ്ണിൻ്റെ ഒരു വലിയ വളക്കൂറും മണ്ണിനെ സംരക്ഷിക്കുന്നതുമൊക്കെ ഇന്ന് പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ ആഗോളതാപനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഭൂമിയെ സംരക്ഷിക്കുക, ഭൂമിയുടെ പാലകരായിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയൊരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് ഈ തങ്കച്ചായനെക്കുറിച്ച് ചിന്തിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അദ്ദേഹം 90ൻ്റെ നിറവിലേക്ക് എത്തുമ്പോൾ ഈ സന്ദേശം തൻ്റെ നാടിനെ സ്നേഹിക്കുവാനായിട്ടുള്ള വലിയൊരു ആവേശം ഉൾക്കൊള്ളുവാനായിട്ട് പുതിയ തലമുറയ്ക്കും ഇവിടെ ഉള്ള ആൾക്കാർക്കുമൊക്കെ കഴിയുവാൻ തക്ക രീതിയിലേക്ക് ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്കച്ചായന് എല്ലാ ആരോഗ്യങ്ങളും ഒക്കെ സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹപൂർവ്വം. ഉണ്ട്. എൻ്റെ വല്യപ്പൻ തോമാകുര്യൻ്റെ കാലത്ത് കരടിയും പന്നിയും പുലിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാട്ടുപ്രദേശമായിരുന്നു ഇവിടെ. വല്യപ്പച്ചനും സഹോദരങ്ങളും ചേർന്നാണ് ഇവിടെ വെട്ടിത്തെളിച്ച് കുടി വെച്ചതും കൃഷി തുടങ്ങിയതും. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് 12 വർഷം മുൻപ് കൊച്ചിയിൽ പൂവക്കാലയിൽ കോശിയുടെയും മറിയാമ്മയുടെയും മകനായി 1935 എൻ്റെ ജനനം. അക്കാലത്ത് വലിയ അച്ഛൻ, അതായത് അപ്പൻ്റെ അപ്പൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൻ്റെ അമ്മ അപ്പൻ 7ാമത്തെ വയസ്സായപ്പോൾ മരിച്ചു പോയത്. എൻ്റെ അമ്മയ്ക്ക് 16 വയസ്സും അപ്പന് 18ാമത്തെ വയസ്സിലുമാണ് അവരുടെ വിവാഹം. അപ്പൻ്റെ 20ാമത്തെ വയസ്സിൽ എനിക്ക് ജന്മം തന്നു. അതിനെപ്പറ്റി പിന്നീട് എനിക്ക് 4 സഹോദരിമാരായിരുന്നു. ആ സമയത്തും ഈ വല്യപ്പൻ ഉണ്ട്, എൻ്റെ അപ്പൻ്റെ അപ്പനുണ്ട്. അപ്പോൾ അപ്പനും വല്യപ്പനും ഒരു പരിധിവരെ അമ്മയും കൂടി കൃഷി കാര്യങ്ങളിൽ താല്പര്യരായി കൃഷി ചെയ്ത് വീട്ടുകാര്യങ്ങൾ നടത്തുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്തു. പഴയ കാലത്ത് വിദ്യാഭ്യാസം തുടങ്ങുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ദേശത്ത് മലയാളം മീഡിയമേ അന്നുള്ളായിരുന്നു. അപ്പോൾ വന്നപ്പം 4 വയസ്സ് കഴിയുമ്പോൾ ആശാൻ ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ച് തിരക്കി ആശാന് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് പറയും, നമുക്ക് പിന്നെ കുടിപ്പള്ളിക്കൂടെ വന്നവർ കുടിപ്പള്ളിക്കൂടത്തിൽ ചേർക്കണം. കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പനെയും അമ്മയും വിട്ട് കുറേ നേരം ആശാൻ്റെ കീഴായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അങ്ങനെ ആശാനെ ഫ്ലൂട്ട് ഊതി കഥ പറഞ്ഞും പാട്ട് പാടി എങ്ങനെയും ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ആശാൻ്റെ കസ്റ്റഡിയിൽ ഈ പിള്ളേരെ ആകും. തങ്കച്ചായൻ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് കുറ്റൂർ MP-LP സ്കൂളിലാണ്. ശേഷം കവിയൂർ NSS ഹൈസ്കൂളിൽ തന്റെ അപ്പർ പ്രൈമറി ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ തങ്കച്ചായൻ ഇന്റർമീഡിയറ്റ് പഠനത്തിനായി തിരുവല്ല മാർത്തോമ കോളേജിൽ ചേർന്നു. മാർത്തോമ കോളേജിലെ പഠനമാണ് തങ്കച്ചായനിലെ വിദ്യാർത്ഥിയെ അറിവിനോട് അമിത ആഗ്രഹമുള്ളവനാക്കി മാറ്റിയത്. തുടർന്ന് ചങ്ങനാശ്ശേരി SB കോളേജിൽ എക്കണോമിക്സിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ തങ്കച്ചൻ എറണാകുളം തേവര SH കോളേജിൽ സോഷ്യൽ വർക്കിൽ തന്റെ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി. പിന്നീടാണ് ഞാൻ MSW പഠിക്കാൻ വേണ്ടി എറണാകുളത്തേക്ക് പോകുന്നതും അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അച്ഛന്മാരുടെ മേൽനോട്ടത്തിലാണ് ഈ ഹോസ്റ്റൽ നടത്തുന്നത്. അപ്പം നമുക്ക് യാതൊരു വിധത്തിലും ചാടിപ്പോകാനോ വേറെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനോ അച്ഛന്മാരെ അനുവദിക്കുകയില്ല. ആദ്യത്തെ വർഷം ഹോസ്റ്റലിൽ താമസിച്ചു. പിന്നെ ഞങ്ങൾ 3 പേര് കൂടി ഒരു വീട്ടിൻ്റെ അവർ അതിന് സൗകര്യമൊരുക്കി തന്നുകൊണ്ട് 2 പേര് ഞാൻ ജില്ലക്കാരൻ വേറെ ആൾ, അങ്ങനെ 2 പേരും അവിടെ താമസിച്ചു. അങ്ങനെ താമസിച്ച കാലത്താണ് കൂട്ടുകാർ കൂടി ഒരു ദിവസം സല്ലപിക്കാൻ പോയത്. അതേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പൊതുവെ ഞാൻ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടും ഞാനതിന് വഴങ്ങിയിട്ടില്ല. ഒരു പ്രാവശ്യം അവർ നിർബന്ധിക്കുകയും അതിന് വഴങ്ങേണ്ടതായി വന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരു സമയം മദ്യപാനത്തിലേക്ക് പ്രവേശിച്ചു. കുഴപ്പമൊന്നുമില്ല. അവരെക്കാൾ ഉന്മേഷവാനായിട്ട് നടന്ന് വീണ്ടും റൂമിൽ വരികയും ചെയ്തു. മറ്റ് ഫർദർ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇന്ന് വരെയും ജീവിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹ ആലോചന വന്നിട്ടുള്ളൂ. ഞാനൊരു പെൺകുട്ടിയെ പോയി കണ്ടിട്ടുള്ളൂ. അങ്ങനെ ആ ഒരു കുട്ടി ഇപ്പം ഇന്നേ ദിവസം വരെ എൻ്റെ കൂട്ടാളിയായിട്ട് എന്നോട് കൂടിയുണ്ട്. ഞങ്ങളുടെ ഒരു ഫാർ റിലേഷൻ, ഒരു കസിന് വല്യപ്പച്ചൻ്റെ ഇവരുമായിട്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു, കൃഷിയുടെ കാര്യങ്ങൾ. ഇവിടുത്തെ അമ്മച്ചി പറഞ്ഞു, എനിക്ക് ഒരു മോനേ ഉള്ളൂ, 4 പെണ്ണ, അതുകൊണ്ട് എനിക്ക് നല്ലൊരു കൊച്ചിനെ തരണമെന്ന് പറഞ്ഞു, ആലോചിച്ച് തരണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ എൻ്റെ ഫാദറിൻ്റെ കസിനാണ് പാപ്പൻ ആ കാര്യം ഇവിടെ വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇച്ചിരൂടെയൊക്കെ ജോലി ചെയ്യട്ടെന്ന്. ഇനി ഇത്രയൊക്കെ മതി, ഞങ്ങൾക്ക് കൂടുതലൊന്നും വേണ്ട. 3 ആങ്ങളമാരാ, ഒരു പെങ്ങളുവാ. അങ്ങനെ കല്യാണം ആലോചിച്ചു. ഇന്നത്തെ പോലെയുള്ള ചുറ്റുവട്ടമല്ലല്ലോ കല്യാണം. സാധാരണഗതിയിൽ വീടുകളിൽ സൗകര്യമുള്ള ഏരിയയിൽ പന്തലിടുക, മഴക്കാലമാണെങ്കിൽ കൊട്ടിലെന്ന് പറയുന്നത് നമ്മുടെ വീട് പോലെ തന്നെ 2 വശവും സ്ലാൻഡിങ്ങിലിങ്ങനെ വെച്ച് അതിനകത്ത് വിവാഹ സദ്യകൾ നടത്തും. ആളുകൾ വന്ന് അവിടെ ഇരിക്കുക. അപ്പോൾ പുരുഷൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും സാധാരണ ഞങ്ങളുടെ പള്ളിയിൽ വെച്ചുള്ള വിവാഹം കഴിഞ്ഞ് കെട്ടിക്കയറ്റമെന്നാണ് പറയുന്നത്. ആ കെട്ടിക്കയറ്റമുള്ള പുരുഷൻ്റെ വീട്ടിൽ വന്ന് പെൺകൂട്ടർക്ക് ആദ്യ വിവാഹ സദ്യ വിഭവങ്ങൾ കൊടുക്കുന്നത്. 66 ആ നവംബറിൽ ഒരു ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ഭാര്യ വീട് എടുത്ത തലവടി സൈഡാണ്. അപ്പോൾ വെള്ളം പോകും. അന്നത്തെ സമയം അവർ വരാൻ ഇച്ചിരി താമസിച്ചു. പിന്നെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് 12 മണിയായി. 11 മണിക്ക് വിവാഹം വെച്ചിരുന്ന. ഞാൻ പറഞ്ഞു, അച്ഛൻ നീട്ടിക്കൊണ്ടൊന്നും പോകണ്ട, 2-3 ചടങ്ങുണ്ട് വിവാഹത്തിൻ്റെ, അത് മറ്റ് പരിപാടിയിലേക്ക് അച്ഛൻ പ്രവേശിക്കണ്ട, അത് താലികെട്ട് മുഖ്യമാണ്, മോതിരവാഴ്വ് മുഖ്യമാണ്. അങ്ങനെ 2-3 ചടങ്ങ് മുഖ്യമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അത് മാത്രം നടത്തിയാൽ മതി. ഒരു മനുഷ്യൻ്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാഹചര്യം ഒരുക്കുന്നത് ദൈവമാണ്. ദൈവം കൂട്ടിച്ചേർക്കുന്നതിനെ മനുഷ്യൻ വേർതിരിക്കരുതെന്ന ഞങ്ങളുടെ പ്രമാണം.
ഇപ്പം തന്നെ മണി 12 കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇനിയും വീട്ടിൽ നടന്നു പോകണം. ഇവിടുന്ന് കഷ്ടിച്ചൊരു 3 പട്ടളങ്ങേ ഉള്ളൂ വെളിയിൽ പോകാൻ. അപ്പോൾ അവിടുന്ന് അച്ഛൻ പറഞ്ഞു എൻ്റെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്തേക്കാം എന്ന് വെച്ചാൽ. വിതിൻ ഹാഫ് ആൻ അവർ സംഗതികൾ ആ ശുശ്രൂഷകളെല്ലാം നടന്നു കഴിഞ്ഞ് പള്ളിയുടെ സമീപം മുതൽ വീടിൻ്റെ കുറച്ച് ദൂരം വരെ ഞങ്ങളുടെ വസ്തു. അപ്പോൾ ആദ്യം വിവാഹം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി അന്നത്തെ ചടങ്ങനുസരിച്ച് ചെറുക്കനും പെണ്ണും ഒന്നിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വരണമെന്നുള്ളതാണ്. അപ്പോൾ പെങ്ങളോട് ഞാൻ പറഞ്ഞു, നീ നോക്കിക്കണം, ഇവിടെ ആരുമില്ല, ഞാനത് ഫാദർ തന്നെ ഉള്ളൂ. ഈ വന്ന ജനക്കൂട്ടത്തെയെല്ലാം നമ്മൾ കൊടുത്തു വിടണ്ടേ. അതിന് ഞാനെന്നെ എടുത്ത് അല്പം മണവാട്ടിയുടെ കൂടെ നടന്നേച്ച് നമ്മുടെ ബസ്സിൽ കൂടി ഷോർട്ടൻ ചെയ്ത് വീട്ടിലോട്ടേക്ക് പോകും. അവൾ കിടന്ന് മണവാളിനെ തിരക്കുക. അപ്പോൾ പെങ്ങൾ പറഞ്ഞു, അച്ഛൻ വീട്ടിലോട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കൊക്കെ മനസ്താപമായി, ഇങ്ങനെയാണ് വിവാഹം. അവരുടെ മനസ്സിൽ ഓരോ ചിന്താഗതിയല്ലേ, ലോകത്തിൽ അവർ കാണുന്ന കാര്യമല്ലേ. അപ്പോൾ അവൾ വിചാരിക്കും ഇയാൾ എന്നാ മനുഷ്യനായിരിക്കും, തലയ്ക്ക് വല്ല അസുഖമുള്ളതായിരിക്കും. അങ്ങനെ അവൾ ചിന്തിച്ച് കാണുമെന്ന് പറഞ്ഞു. എന്തായി മനുഷ്യൻ ഇങ്ങനെ ഓടിപ്പോകുന്നത്? സാധാരണ കല്യാണം കഴിഞ്ഞ് ഒന്നിച്ചിട്ട് കൊടുകൊടൊക്കെ പള്ളിയിൽ എൻ്റെ നാത്തൂന് ഉള്ളിൽ നിൽക്കുന്നു. ഞങ്ങൾ 2 കൂട്ടരും വന്നു നിന്നു. ഇങ്ങനെ വിവാഹം കഴിഞ്ഞ ഉടനെ ഇറങ്ങി ഓടുന്ന ഉടനെ പിന്നെ ആരോ പറഞ്ഞു കൂടുന്നൊരു പെങ്ങളുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ആൾ വളരെ ഉണ്ട്, അപ്പച്ചനെ കൊണ്ട് തന്നെ പാടാം, ഒത്തിരി ആൾക്കാരുണ്ട്, ഞാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പം ആദ്യം എനിക്ക് സത്യം പറഞ്ഞ പ്രയാസമുണ്ടെങ്കിൽ തന്നെ ഇറങ്ങി ഓടി. പിന്നെ ഞാനൊന്നും അത് ഇത്ര ഗൗരവമാക്കി എടുത്തില്ല. പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ വാസ്തവം പറഞ്ഞ എൻ്റെ വല്യപ്പച്ചൻ വളരെ നേർച്ചയായിരുന്നു കുട്ടി ഒരു മകളായത്. അപ്പം നേഴ്സിങ്ങിന് വിടാം, സുവിശേഷത്തിന് വിടാം, സേവനത്തിന് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ ആ രീതിയിലാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. സേവനം വന്ന നേഴ്സിംഗ് ആയിരുന്നു അപ്പച്ചൻ ഉദ്ദേശിച്ചിരുന്നത്. റെബേക്ക എന്ന പൊന്നമ്മ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് തൻ്റെ 4 വർഷത്തെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത്. പഠനകാലത്തെ മികച്ച അക്കാദമിക് പ്രകടനം പൊന്നമ്മയെ ആലപ്പുഴ മുട്ടാർ പ്രദേശത്തു നിന്നും ആദ്യമായി വിദേശത്ത് ജോലിക്ക് പോയ വനിതയെന്ന പദവിക്ക് ഉടമയാക്കി. പക്ഷെ കൂടുതൽ ആളുകൾക്ക് വന്ന് വിളിക്ക് പോകുന്നതിനൊരു പ്രയാസമാണ് വിളിക്കോട്ട് പോയി ജോലി ചെയ്യാൻ. കാരണം എന്തൊക്കെയാവും എങ്ങനെയൊക്കെ ആവുന്നു. പക്ഷേ എൻ്റെ ബ്രദർ ബോംബെയിലുണ്ടായിരുന്നു. ബ്രദർ റിക്രൂട്ടിംഗ് ഓഫീസറെ കണ്ടു. എൻ്റെ മാർഗം അത് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഉടനെ അങ്ങനെ എൻ്റെ വന്നു റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ദേശത്തു നിന്നും ഞാൻ ആദ്യം വിളിക്കോട്ട് പോയിരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് വാർഡൻ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. വേറെ ഷിപ്പേ വെച്ച് 2-3 കുട്ടികളെ കിട്ടി നിരണം. അപ്പം വളരെ സന്തോഷമായിട്ട് തന്നെ ഒരു ഡിഫിക്കൽറ്റി ഒന്നുമില്ല. അങ്ങനെ ഇന്ന് അവിടെ ചെന്ന് റിസീവ് ചെയ്യാനൊരു മളാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ബഹറിൽ അങ്ങ് ചെന്ന് ചേർന്നു. അവിടെ നമ്മുടെ ഒരു ഹോസ്പിറ്റാലിറ്റി കണ്ട് ഇച്ചിരിയുടെ സുരക്ഷ എന്ന് പറഞ്ഞാൽ ഇച്ചിരിയുടെ സ്റ്റൈലിഷായിരുന്നു അല്ലേ. അതായത് നമ്മുടെ ഇവിടെയൊക്കെ വലിയ സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാവരും അന്നത്തെ കാലത്തെ നല്ലതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ബഹ്റിൻ രാജ്യത്ത് നഴ്സിംഗ് സേവനം ആരംഭിച്ച പൊന്നമ്മ പിന്നീട് 3 വർഷം സൗദി അറേബ്യയിലും ജോലി ചെയ്യുകയുണ്ടായി. തന്റെ സേവന കാലയളവിനെ ആത്മാർത്ഥതയും അർപ്പണബോധത്തോടെയും സമീപിച്ച പൊന്നമ്മ ജെറുസലേം, ജോർദാൻ പോലുള്ള സ്ഥലങ്ങളിലും സന്ദർശിക്കുകയുണ്ടായി. ആ സമയം വിവാഹിതനാകുന്നു. അത് കഴിഞ്ഞ് ഭാര്യ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കേണ്ട, ബോംബെ പോവും, ജോലി വല്ലതും നോക്കി, ഇവിടെ നിന്നാൽ ഇങ്ങനെ അങ്ങ് നിന്ന് പോകും എന്ന് പറഞ്ഞു. അതിന് ഞാൻ ഭാര്യ പറഞ്ഞതെല്ലാം കണ്ട് ഞാൻ ബോംബെക്ക് പോയി. ഭാര്യയുടെ 2ാമത്തെ ബ്രദറിൻ്റെ കൂടെ അവിടെ താമസമാക്കി ജോലി അന്വേഷിച്ചു. അങ്ങനെ നടന്നു.
എന്നാലും വീട്ടിലേക്കുള്ള തിരിച്ചു വരവായ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വീടും മാതാപിതാക്കളോടൊത്തും ഈ നാടുമായിട്ടിണങ്ങി ജീവിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അന്നേരം ചിന്ത കൃഷിയിലോട്ടാണ്. അങ്ങനെ എന്നാൽ ഇനി ബോംബെ നിൽക്കുന്നില്ല, തിരിച്ച് വീട്ടിൽ തന്നെ പോകാം. വീട്ടിൽ പോകാനങ്ങുമ്പോൾ തയ്യാറെടുത്ത് വീട്ടിലേക്ക് വന്നു. ഇവിടെ വീണ്ടും വന്ന് കൃഷിയെ തൽപരനായി മാതാപിതാക്കളോടൊത്ത് വസിച്ചു. അത് കഴിഞ്ഞ് ഭാര്യയെ സൗദിയിലായിരുന്നു, 2 വർഷം ജോലിയൂടെ നോക്കി ഭാര്യ തിരിച്ചു വന്നു. പിന്നെ ഭാര്യയും ജോലിക്ക് പോയിട്ടില്ല, ഞാനും ജോലിക്ക് പോയിട്ടില്ല. എനിക്ക് ഓർമ്മയായ കാലം മുതൽ ഈ വീട്ടിൽ കൃഷിയുണ്ട്. അത് ഞങ്ങൾ തന്നെ ആവോളം കൈകാര്യം ചെയ്തു അതുകൊണ്ട് ജീവിച്ച മനുഷ്യരാണ്. ഞാൻ ഈ വീട്ടിലെ 3-ാം തലമുറക്കാരനാണ്. അപ്പോൾ 2-ാം തലമുറക്കാരനായ എൻ്റെ അപ്പനും കൃഷിയിൽ വല്യപ്പനോട് കൂടി സഹായിച്ച് ഞങ്ങളെ വളർത്തി തീറ്റിപ്പോറ്റി വിദ്യാഭ്യാസം തന്ന നിലവിൽ ഇരുന്ന സമയമാണ്. എനിക്ക് ന്യായമായ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് കീഴേ 4 പെങ്ങന്മാരുണ്ട്, സിസ്റ്റേഴ്സ്. അവരെ പഠിപ്പിക്കാനും അവരെ വിവാഹം കഴിപ്പിച്ചയക്കാനും എല്ലാം ഈ കൃഷി കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ എൻ്റെ അപ്പന് ക്ഷീണമായപ്പോൾ പിന്നെ ഞാൻ ആ തലത്തിലേക്ക് നീങ്ങി. എനിക്ക് കൃഷി ചെയ്യാൻ താല്പര്യവും ആഗ്രഹവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്ക് അടുത്തുള്ളവരും പറയും, നീ എന്തിനാ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പറയും. എന്നാൽ അതൊന്നും ഞാൻ വകുക്കുന്നില്ല, അതെൻ്റെ മനസ്സിൽ തോന്നിയിട്ടുമില്ല. എത്ര കൃഷി ചെയ്താലും എനിക്കതിൽ തൃപ്തിയേ ഉള്ളൂ. ഈ അടുത്ത വട്ടത്തുള്ളതിൽ ഏറ്റവും കൂടിയ കൃഷിക്കാരനാണ് ഞാൻ. എനിക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം മലമ്പുരയിടങ്ങളിലുണ്ട്. ആവശ്യത്തിന് ഒരു പരിധിവരെ നെൽകൃഷിയുണ്ട്. എല്ലാ പച്ചക്കറി കൃഷികളും ഞങ്ങൾ ചെയ്തു വന്ന വീടാണിത്. ഞങ്ങൾ ജീവിച്ച പോലെ അവരെ കൊണ്ട് ജീവിക്കാൻ, കുടുംബമായി ജീവിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരുമെന്നൊരു ഉൾക്കാഴ്ച നിമിത്തം അവർ വിദേശത്ത് പോകാൻ തുടങ്ങിയപ്പോൾ ഞാനത് സത്യത്തിൽ വിലക്കിയില്ല. അതാണ് എൻ്റെ പ്രധാന കാരണം. അതുകൊണ്ട് ഇന്നിപ്പോൾ അവർ വിദേശത്ത് പോയി ജോലി നോക്കി കുടുംബസ്ഥരായി ജീവിക്കും. ഇക്കാലത്ത് അവർ പോകുകയില്ലേ നല്ലതേ. കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പം അവിടെ ഉണ്ട്, കൂടെ താമസിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അന്ന് നമുക്കതിനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ജോലി കിട്ടുക എല്ലാ സൗകര്യവും ഉള്ളപ്പോൾ അവർ ഞങ്ങളെ വിട്ടിട്ട് എന്തിനും പോയി ജീവിക്കട്ടെ എന്നുള്ളൊരു 2 പേർക്കും ഉണ്ട്. തൊണ്ണൂറാമത്തെ ജന്മദിനം കൊണ്ടാടുന്ന മിസ്റ്റർ PK കുര്യൻ, തങ്കച്ചൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന അപ്പച്ചന് എല്ലാ ആശംസകളും പ്രത്യേകമായിട്ട് നേരുന്നു. വിശുദ്ധ വചനത്തിലൊരു ദൈവവചനമുണ്ട്. അതിപ്രകാരമാണ്: നരച്ചതല ശോഭയുള്ള കിരീടമാകുന്നു, നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രമുഖ കുടുംബമായ കൊച്ചിയിൽ കുടുംബത്തിൽ പൂവക്കാല കുടുംബത്തിലുള്ള പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ ധന്യജീവിതം 9 പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതമാണ്. അത് വിദേശത്തും സ്വദേശത്തും കാർഷിക വൃത്തിയുടെ നന്മയും ഒപ്പം തന്നെ ആധുനികതയുടെ നന്മയും ഒരുപോലെ സമന്വയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ് എന്ന് ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. സർവശക്തൻ എല്ലാ ദൈവകൃപയും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.